ബ്രഹ്മദേവൻ്റെ വിവിധങ്ങളായിട്ടുള്ള സൃഷ്ടികളെ പറ്റിയിട്ടൊക്കെ ഇന്നലെ പറഞ്ഞു. അങ്കുഷത്തിൽ നിന്ന് ദക്ഷൻ, ഇടതേ അങ്കുഷത്തിൽ നിന്ന് വീരിണി, അതേപോലെ മനസ്സിൽ നിന്ന് നാരദൻ, ധർമ്മൻ, വേദങ്ങൾ, അതുപോലെ സപ്ത ഋഷികൾ, ഇങ്ങനെയൊക്കെ അനേകം സൃഷ്ടികൾ നടത്തിയെന്ന് പറയണം. മരീചി, അത്രി, അങ്കിരസ് മുതലായുള്ള ഋഷികളെയൊക്കെ സൃഷ്ടി ചെയ്തു. വൈവസ്വത മനുവിനെയും സൃഷ്ടിച്ചു. വൈവസ്വത മനു ശതരൂപാദേവിയെ വിവാഹം കഴിച്ചു. കുറേ കാലമായിട്ട് മക്കളില്ലാതെ വിഷമിച്ചപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് സന്തതികൾ 5 പേര് അദ്ദേഹത്തിന് ജനിച്ചു. 3 പെൺകുട്ടികളും 2 ആൺകുട്ടികളും. ആകൂതി, ദേവഹൂതി, പ്രസൂതി, ഇങ്ങനെ 3 പെൺകുട്ടികൾ. അപ്പോൾ 2 ആൺകുട്ടികൾ, അവർ പ്രിയവ്രതൻ, ഉത്ഥാനപാതൻ. അപ്പോൾ കഥ കേൾക്കുന്ന ശൗനകാദികൾ പറഞ്ഞു, സ്വാമി ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ, ആ പെൺകുട്ടികളുടെ കഥ ആദ്യം പറയുമെന്ന്. അങ്ങനെയാണ്. അപ്പോൾ ആകൂതിയെ രുചി പ്രജാപതിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. പ്രസൂതി എന്ന ചെറിയ കുട്ടിയെ ദക്ഷനും വിവാഹം കഴിച്ചു കൊടുത്തു. അപ്പോൾ ചോദിച്ചാൽ എന്താ സ്വാമി ക്രമത്തിൽ വരാത്തത്? അതങ്ങനെയാണ്. ആദ്യത്തെ കുട്ടിയുടെ കല്യാണം ആദ്യം നടക്കണം എന്നാണ് അച്ഛനമ്മമാർക്കില്ലേ, അതിനെ ഒന്ന് പിടിച്ചു കൊടുത്താൽ ആരെങ്കിലും അങ്ങനെയുള്ളൊരു ധാരണ അല്ലേ, പ്രാർത്ഥന ഉണ്ടാവും. അത് കഴിഞ്ഞു. പിന്നെ അവസാനത്തെ പെൺകുട്ടി ചിലരങ്ങനെ പറയില്ലേ, ഇതിനിത്തിരി പൊട്ടിത്തെറി ജാസ്തിയാണ്, അങ്ങനെ പറയാം. അതിനെ ആരെങ്കിലും കയ്യിൽ കൊടുക്കും. അങ്ങനെ ദക്ഷന വിവാഹം കഴിച്ചു കൊടുത്തു ചെറിയ പെൺകുട്ടിയെ, പ്രസൂതിയെ. പിന്നീട് മധ്യമപുത്രിയായിട്ടുള്ള ദേവഹൂതി. അപ്പോൾ അതാണ് മനുഷ്യന്മാരുടെ സ്വഭാവം. എങ്ങനെയാണ് കേട്ടോ, ഒന്ന് നടക്കാതിരിക്കുമ്പോൾ അത് നടന്നാൽ എല്ലാം ആയി എന്നാണ് വിചാരിക്കുക. അത് കഴിഞ്ഞാലാണ് പിന്നെ അടുത്ത ശ്രമം ഉണ്ടാവുക, അല്ലേ? ശരിയല്ലേ? നടന്ന് വലഞ്ഞിട്ട് പോകുന്ന ഒരാൾക്ക് എന്താ തോന്നാൻ, ഭഗവാന് ഒരു ചെറിയൊരു ഹെർക്കുലീസിൻ്റെ ഒരു സൈക്കിള് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് വേഗം നടന്നൂടെ, അല്ലേ? നടക്കണേക്കാൾ സ്പീഡിലെത്തിക്കൂടെ എന്ന് ചിന്തയുണ്ടാവും. അങ്ങനെ സൈക്കിൾ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെന്താ മോഹം, ഈ കുന്നത്ത് ഇങ്ങനെ ഈ ചവിട്ടി കയറി പോകുക എന്നുള്ളത് വലിയ വിലയാണ് കേട്ടോ. എന്തെങ്കിലും ലേശം പെട്രോൾ ഒറ്റിച്ചിട്ട് ഒന്ന് ഓടണ മാതിരി ഒരു സൂത്രം ഉണ്ടെങ്കിൽ എളുപ്പമായി, ഒരു M8 കിട്ടിയാലും വേണ്ടില്ല എന്നാണ് തോന്നുക. അത് കഴിഞ്ഞാൽ പിന്നെന്തായി, കുറച്ചുകൂടി ഗിയറുള്ള വാഹനങ്ങൾ വേണം എന്നാണ്. അപ്പോൾ മഴയും കാറ്റും വെയിലും കൊള്ളാതിരിക്കണമെങ്കിലോ റൂഫുള്ള വാഹനം എന്നാണ്. അപ്പോൾ ഒരു മാതിരി കാറെങ്കിലും മതി, ഒരു മാരുതി കാറെങ്കിലും മതി എന്നാ. പിന്നെ കുറച്ചുകൂടി SUV സ്റ്റൈലിലേക്ക് വേണം. അങ്ങനെ ആഗ്രഹങ്ങൾ വളർന്നു വരും ആണ്. ഈ തൃപ്തി എന്നത് എളുപ്പമല്ല. ദരിദ്രഃ യസ്തു അസന്തുഷ്ടഃ കൃപണോയോ അജിതേന്ദ്രിയ എന്നാണ്. ആശാഹി പരമം ദുഃഖം. ആവശ്യങ്ങളെ എത്ര കണ്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്നുവോ അത്രയും സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും. എത്രയധികം ആഗ്രഹങ്ങളും ഇത് വളർത്തിക്കൊണ്ടിരിക്കണോ അതിനനുസരിച്ചുള്ള സംഘർഷങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇതാണ് അതിൻ്റെ സമ്പ്രദായം എന്ന് പറയുകയാണ്. ഇരിക്കട്ടെ. അപ്പോൾ ഏതായാലും നടുവിലെ കുട്ടിയുടെ കാര്യം കൂടി നടത്തണമെന്ന് പറഞ്ഞിട്ട് അച്ഛനായിട്ടുള്ള ബ്രഹ്മദേവനെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോനെ നിൻ്റെ കുട്ടിക്ക് പറ്റിയ ഒരാളെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കർദമനാണ്. പക്ഷെ അവനിപ്പോൾ തപസ്സിനായിക്കൊണ്ട് പോയിരിക്കുകയാണ്. അവന് ഈ വിവാഹ കാര്യങ്ങളിലൊന്നും താല്പര്യമില്ല. കാരണം സംസാരം എന്നത് മോക്ഷത്തിന് വളരെ ഗുണം ചെയ്യുന്ന ഒരു സംഗതിയൊന്നും അല്ല എന്ന് അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ നോക്കുക, തപസ് കഴിഞ്ഞ് വരുമ്പോൾ അവന് കൊടുക്കാം, മനസ്സ് മാറണതിന് മുമ്പ് കേട്ടോ, നീയും പ്രാർത്ഥിക്കേ എന്ന് പറഞ്ഞു. അങ്ങനെ വയോസ്വതമനും ദേഹവും മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഇടയിൽ കർദമൻ തപസ്സിനായിക്കൊണ്ട് ഉത്തമമായിട്ടുള്ളൊരു സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ തപസ്സിനായിക്കൊണ്ട് പോയി ഭഗവാൻ നാരായണനെ പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രത്യേകമായിട്ടുള്ള സ്വാർത്ഥ ലക്ഷ്യങ്ങൾ ഇല്ലെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ. തപസ്സിൻ്റെ ഫലം കിട്ടണം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടിയാണ് ദുരാഗ്രഹങ്ങളല്ലാതിരിക്കുക, ആഗ്രഹം സ്വാർത്ഥതയില്ലാത്തതായിരിക്കുക, മറ്റുള്ളവർക്കും കൂടി പ്രയോജനമുള്ള ആഗ്രഹങ്ങളാവുക, ന്യായമായ കാര്യങ്ങളാവുക. അങ്ങനെയാകുമ്പോൾ ഭഗവാൻ വളരെ പെട്ടെന്ന് നടത്തി തരും. കാണണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാലോ ഭഗവാൻ വരികയും ചെയ്യും, സംശയമില്ലാത്ത കാര്യമാണ്. അങ്ങനെ കുറച്ച് കാലം തപസ് ചെയ്തപ്പോൾ ആ നാമം ഓം നമോ ഭഗവതേ വാസുദേവായ അങ്ങനെ ജപിച്ചു വന്നു. കുറച്ച് ജപിച്ചാൽ എന്താ ഉണ്ടാവുക, അറിയാതെ അതിലൊരു രാഗം വരും, അല്ലേ? രാഗം സ്നേഹമാണല്ലേ. ഓം നമോ ഭഗവതേ വാസുദേവായ അങ്ങനെ ജപിച്ച് പോയി. പിന്നെ ശബ്ദം ഇല്ലാണ്ടായി, മനസ്സിൽ ജപിക്കാൻ തുടങ്ങി. കണ്ണുകൾ ഇങ്ങനെ അടച്ച് ഇങ്ങനെ ധ്യാനത്തിലായി. അറിയാതെ കണ്ട് ഉള്ളിൽ ആ വസ്തു തെളിയാൻ തുടങ്ങി. മനോഹരമായിട്ടുള്ള ദിവ്യരൂപം ഭഗവാന്റെ അകത്ത് പ്രകാശിച്ചു എന്നാണ്. ഭഗവാൻ മുമ്പിൽ വലിയൊരു എന്താ പറയുക, സൂര്യഭഗവാൻ വന്ന് ഉദിച്ചതുമാതിരിയുള്ളൊരു പ്രകാശം മുമ്പിൽ ദൃഷ്ടമായപ്പോൾ
ആ കണ്ണടച്ച് അദ്ദേഹം കണ്ണ് തുറന്നപ്പോഴോ ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. അങ്ങനെ ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അനുഗ്രഹകാതരനായിക്കൊണ്ട് അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. സാഷ്ടാംഗം പ്രണമിച്ചു. ഭഗവാൻ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഭഗവാൻ ചോദിച്ചു, ഉണ്ണി, പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ഇല്ലല്ലോ നിനക്ക്, എന്തിനു വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളെ കാണണമെന്ന് ആഗ്രഹിച്ചത് ചോദിച്ചു. ഭഗവാനെ, എനിക്ക് 1-2 സംശയങ്ങളുണ്ട്, പറഞ്ഞോളൂ കൂട്ടാ. പിന്നെ ഈ മോക്ഷത്തിന്, ആത്മസാക്ഷാത്കാരത്തിന് ഈ ഗാർഹിക ജീവിതം സഹായകമാവുമോ? എങ്ങനെ? അതെങ്ങനെയത്? ഈ കായട്ട് വെച്ചിട്ടുള്ള ചട്ടിയിൽ എങ്ങനെയാണെങ്കിലും കായത്തിന് മണം ഉണ്ടാവില്ലേ? അതുകൊണ്ട് അതിൻ്റെ എളുപ്പമല്ല. അല്ല സ്വാമി, പിന്നെ ഒരു സംശയം കൂടിയുണ്ട്. അതെന്താ? അത് അച്ഛനമ്മമാരുടെ വാക്കുകൾ അനുസരിക്കേണ്ടതുണ്ടോ? അനുസരിക്കണം. അല്ല, ആത്മാവൈ പുത്രഭവതി എന്നാണ്. ആത്മാവാണല്ലോ പുത്രനായിട്ട് ഭവിക്കുന്നത്. തൻ്റെ ഊർജ്ജമല്ലേ, തേജസ്സല്ലേ, അത് തപസ്സും കൂടിയാണ്. നല്ലൊരു സന്തതി ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ച് മോഹിച്ചിട്ടല്ലേ. അതുകൊണ്ട് അച്ഛനമ്മമാരുടെ വാക്കിനെ ധിക്കരിക്കരുത്. ഗുരുത്തക്കേട് കിട്ടുള്ളൂ. എന്തുണ്ടായിട്ടും കാര്യമില്ല ഗുരുത്തില്ലെങ്കിൽ. അച്ഛനമ്മമാരുടെ കൃപ കിട്ടിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് സാങ്കേതികമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസവും സാമർത്ഥ്യമൊന്നും വേണ്ട, വേണ്ടത് വേണ്ട രീതിയിൽ വന്നു ചേരും. അനുഗ്രഹം പ്രധാനമാണ് മോനെ എന്ന് പറഞ്ഞു. അപ്പോൾ ആകെ സംശയമില്ല ഭഗവാനെ. അപ്പോൾ സംസാര ജീവിതം വലിയ ഗുണമില്ല സാക്ഷാത്കാരത്തിനെന്ന് പറഞ്ഞു. അച്ഛനാണെങ്കിൽ അല്ല, എന്താ മോൻ വിഷമിക്കണം, പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോൾ, അല്ല അച്ഛൻ വിവാഹം കഴിക്കണമെന്ന് നിർബന്ധിക്കുകയാണ്, അതുകൊണ്ടാണ്, ഞാനിപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ ചിരിച്ചിട്ട് പറഞ്ഞു, ഉണ്ണി, ഒരു തെറ്റുമില്ല, വിവാഹം കഴിച്ചോളൂ. ഈ ഭൗതിക ജീവിതം എന്ന് പറഞ്ഞാൽ ചക്ക പോലെയാണ്. ചക്കയുടെ പ്രശ്നം എന്താ? മുളഞ്ഞ ഒട്ടും അല്ലേ? ചക്കയിൽ അറ്റാച്ച്മെൻ്റ് ആവുന്ന മുളഞ്ഞകളുണ്ട്. ഇത് തൊട്ടാ കയ്യിൽ ഒട്ടും. അപ്പം എന്താ ചെയ്യുക? ബുദ്ധിമാന്മാർ ജ്ഞാനമാകുന്ന, ഭക്തിയാകുന്ന, ശ്രദ്ധയാകുന്ന ആ എണ്ണ ലേശം കയ്യുമ്മിലൊഴിച്ചിട്ട് 2 കൈയിലും തുടച്ചിട്ട് അത് ആ കത്തിയിലും ചുണ്ടിലൊക്കെ ഒന്ന് വെച്ച് തേച്ചിട്ട് ചക്ക മുറിച്ചാൽ എന്താ ഉണ്ടാവുക? ഒട്ടില്ല എന്ന് മാത്രമല്ല, സുഖമായിട്ട് അനുഭവിക്കുകയും ചെയ്യാം. അപ്പം എന്നതുപോലെ ഭൗതിക ജീവിതത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ്, ഗാർഹസ്യം സ്വീകരിക്കുന്നതിന് മുമ്പ് ഈശ്വരനെ അറിഞ്ഞുകൊണ്ട് അച്ഛനമ്മമാരുടെ കൃപയും അനുഗ്രഹവും അനുവാദവും വാങ്ങിയിട്ട് നിഷ്ഠയോടുകൂടിയിട്ടാണ് നമ്മൾ ജീവിതത്തിൽ പ്രവേശിക്കുന്നതെങ്കിൽ ആ ഗൃഹസ്ഥ ജീവിതം ഗൃഹസ്ഥ ആശ്രമമായിട്ട് മാറും. അതെ, ഒരു തെറ്റുമില്ല. യഥാ വായും സമാശ്രിത്യ സർവേ ജീവന്തി ജന്തവഃ തഥാ ഗൃഹസ്ഥമാശ്രിത്യ ജീവന്തി സർവ ആശ്രമാഹ എന്നാണ് പ്രമാണം. ഏതുപോലെ വായുവിനെ ആശ്രയിച്ചുകൊണ്ട് സർവ്വജീവജാലങ്ങളും കഴിയുന്നുവോ, ജീവിക്കുന്നുവോ, അതുപോലെ എല്ലാ ആശ്രമസ്ഥരും ആശ്രയിക്കുന്ന ആരെയാണ്? ഗൃഹസ്ഥനെയാണ്. എന്തൊരു പ്രൊജക്റ്റ് നടക്കണമെങ്കിലും ആരിലൂടെ ഇത് നടക്കുക? ഗൃഹസ്ഥന്മാരിലൂടെയാണ് അല്ലേ? സാധുക്കളെ സന്യാസിമാരെന്തെങ്കിലും പ്രൊജക്റ്റ് വർക്കുകൾ ചെയ്യാറുണ്ടോ? ബിസിനസ് ചെയ്യാറുണ്ടോ? ഇല്ല. സമാജത്തിൽ എന്ത് കാര്യങ്ങളും നടത്തണമെങ്കിൽ ആര് വേണം? ഗൃഹസ്ഥന്മാർ നടത്തണം. അതുകൊണ്ട് നല്ലൊരു ഗൃഹസ്ഥനായാൽ, ഗൃഹസ്ഥ ആശ്രമിയായി കഴിഞ്ഞാൽ ആ ഉണ്ണിക്ക് ഒന്നും ബാധിക്കില്ല. അത് മാത്രമല്ല, നീ വേണ്ടത് അറിഞ്ഞിരിക്കുന്നു. എന്താണ് അറിയുക? ഈശ്വരനെ അറിയുക എന്നാണ്. ഊർജം സംഭരിച്ചതിന് ശേഷമാണ് പ്രവർത്തിക്കാൻ ഇറങ്ങുന്നതെങ്കിൽ, ഇപ്പം നമ്മുടെ ഗുരുനാഥൻ ചെറുപ്പത്തിൽ നമ്മളോട് പറയണ്ടായി, കൃഷ്ണ നീ മിടുക്കന, നീ നല്ല സപ്ലയറാണ് കേട്ടോ, ചിരിച്ചുകൊണ്ട് വിളമ്പി കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത് ഒരു കഴിവാണ്. ഇപ്പോൾ ഈ ഹോട്ടലിലൊക്കെ അങ്ങനെ ഒരു സമ്പ്രദായം പറയും, എന്താണ്? വല്ലോനും വെച്ചിട്ട് നല്ലോണം വിളമ്പുക എന്നാണ്. അപ്പോൾ എന്നതുപോലെ നല്ലവണ്ണം വിളമ്പി കൊടുക്കാൻ കഴിയുക എന്നത് നല്ലൊരു അനുഗ്രഹമാണ്, ഈശ്വരീയമായിട്ടുള്ളൊരു കലയാണ്. പക്ഷെ എന്തു വേണം? കൊടുക്കണവൻ്റെ കയ്യിൽ വിഭവങ്ങൾ വേണം, വേണ്ടേ? അപ്പോൾ സംഭരണി നിറയ്ക്കണം, നിറഞ്ഞ് കവിയണം, വഴിഞ്ഞ് ഒഴുകണം. ആ ഒഴുക്കാണ് പ്രയോജനം ചെയ്യുക. ആ ഒഴുക്കിൽ 2 ഭാഗമുണ്ട്. എന്താണ്? കലക്കാൻ വരുന്ന ആളുകളും ഉണ്ടാവും, തർപ്പണം ചെയ്ത് അതിനെ ആരാധിക്കുന്ന ആളുകളും ഉണ്ടാവും. കലക്കാൻ വരുന്നവരോട് വിദ്വേഷവും വേണ്ട, തർപ്പണം ചെയ്യുന്നവരോട് വലിയ മമതയും വേണ്ട. നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? എന്തായിരിക്കട്ടെ? ഒഴുകുക, ഒഴുകുക, ഒഴുകിക്കൊണ്ടേയിരിക്കുക. ഏതുവരെ? സച്ചിദാനന്ദ സാഗരത്തിൽ എത്തുന്നത് വരെ. അതാണ് നമ്മുടെ സ്വധാമം. ഭഗവാനിൽ ലയിക്കുന്നത് വരെ നദിയിലാണല്ലോ പ്രയോജനം ഉണ്ടാവുക. ജലസേചനങ്ങളായിക്കോട്ടെ, ആളുകൾക്ക് അശുദ്ധിയെ വാങ്ങിയിട്ട് ശുദ്ധി കൊടുക്കലായിക്കോട്ടെ, ആരുടെ ധർമ്മമാണ്? നദിയുടെ ധർമ്മമാണ്. അപ്പോൾ ഒരു നദി പോലെ ഒഴുകുക.
അപ്പോൾ കൊടുക്കണമെങ്കിൽ എന്തുണ്ടാവണം എന്നാണ് പറഞ്ഞത്? അതിൻ്റെ തത്വം എന്താ പറഞ്ഞത്? ഉണ്ടാവണം എന്നാണ്. അപ്പോൾ ആ ജീവിതത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഈശ്വരൻ്റേതായിട്ടുള്ള ഒരു കവറേജ്, ഒരു കരുത്ത് നേടി നീ, അതുകൊണ്ട് നിന്നെ ഇനി ഈ ഇഷലുകളൊന്നും ബാധിക്കില്ല എന്ന് ഭഗവാൻ അനുഗ്രഹിച്ചു, അനുവാദം കൊടുത്തു. അങ്ങനെ തപസ്സിൽ നിന്ന് ഉണർന്നു ഇദ്ദേഹം എന്ന് മനസ്സിലായ ഉടനെ ബ്രഹ്മദേവൻ മനുവിന് വിവരം കൊടുത്തു. കുട്ടി തപസ്സിൽ നിന്ന് ഉണർന്നുണ്ട്, എളുപ്പം അവനെ സമീപിച്ചിട്ട് ആ പെൺകുട്ടിയെ കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. കാരണം എന്താ അറിയോ? എളുപ്പം എന്ന് പറഞ്ഞതിൻ്റെ സൂത്രം എന്താ വെച്ചാൽ, മനസ്സ് വളരെ സ്പീഡിൽ സഞ്ചരിക്കും. പ്രകാശം ഒരു സെക്കൻഡിൽ 1,86,000 മൈൽ വേഗതയിലാണ് സഞ്ചരിക്കുക എങ്കിൽ അതിനേക്കാൾ സ്പീഡിലാണ് മനസ്സ് സഞ്ചരിക്കുക. എപ്പോൾ വേണമെങ്കിലും മൈൻഡിന് ചേഞ്ച് വരാം. അതുകൊണ്ടാണ് വേഗം പോയിക്കോളൂ എന്ന് പറഞ്ഞു. ശുഭസ്യ ശീഘ്രം എന്നാണ്. നല്ല കാര്യങ്ങളൊക്കെ എളുപ്പം നടത്തിക്കൊള്ളണം. ആലോചിച്ച് നിന്നാൽ ഇപ്പോൾ സപ്താഹത്തിനൊക്കെ വരുമ്പോഴേ, സപ്താഹം ഉണ്ടെന്ന് കേട്ടു കുട്ടിയെ, കോവിഡല്ലേ വെറുതെ പറയുക. അതെന്താ എന്നെ അങ്ങനെ പറയണത്? ഏതെങ്കിലും പട്ടിയോ പശുവോ പന്നിയോ ആനയോ മാസ്ക് വെച്ച് നടക്കുന്നുണ്ടോ? പക്ഷികൾക്കോ മയിലിനോ ആർക്കെങ്കിലും ഉണ്ടോ? അവരൊക്കെ ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നില്ലേ? കൃത്യസമയത്ത് ഉണരുന്നില്ലേ? ജലം സുഖമായിട്ട് ശീതളമായിട്ട് ഒഴുകുന്നില്ലേ? അപ്പം ഇതൊക്കെ ചില തട്ടിപ്പും വെട്ടിപ്പും ഉടായ്പുകളും മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് ചില സൂത്രങ്ങൾ ഉണ്ടാക്കി ആളുകളെ ഭയപ്പെടുത്തുക, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് സ്വാർത്ഥമായിട്ട് ലക്ഷ്യങ്ങൾ പലതും ഉണ്ടാവാം ബന്ധപ്പെട്ട ആളുകൾക്ക്. പിന്നെ ഈ കാശിൻ്റെ പിന്നാലെ ധർമ്മം വിട്ട് എത്തിക്സ് എന്ന് പറയും, പ്രൊഫഷണൽ എത്തിക്സ് ഉള്ള ആളുകൾ കുറവാണ്. എന്തിലും വെള്ളം ചേർക്കുക, അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ട്. അതുകൊണ്ട് വാർത്തകൾ മുഴുവൻ യഥാർത്ഥമാണെന്നൊന്നും ധരിക്കേണ്ട. അപ്പം നമുക്ക് പോവാല്ലേ? പോവാം. എന്നാൽ പിന്നെ മറ്റന്നാളായിക്കോട്ടെ, നാളെ എനിക്കൊരു തിരക്കുണ്ട്, ഇന്നെന്താ പണി? ഇന്ന് പണിയൊന്നുമില്ല, എന്നാലും ഇന്ന് വേണ്ട, ഇങ്ങനെ പറയുക. അപ്പോൾ അങ്ങനെ പറയുന്ന ആൾക്ക് സാധിച്ചോളൊന്നുമില്ല. കാരണം എന്താ? നാളെ എഴുതി നീളെ പുനഃ പിന്നേക്ക് വെക്കുന്ന കാര്യങ്ങൾ അത് പിന്നീന്നായി വരുന്നല്ലാതെ നേടാൻ സാധിച്ചോളുന്നില്ല. അതുകൊണ്ട് നല്ലൊരു വിഷയം മനസ്സിലായാൽ, അറിഞ്ഞാൽ, ത്യാഗപൂർവം പെട്ടെന്ന് എടുത്തു ചാടിയാൽ അത് നേടാൻ സാധിക്കും എന്നല്ലാതെ പിന്നേക്ക് വെച്ചാൽ നേടാൻ സാധിക്കില്ല. ഇതാണ് തത്വം. ഏതായാലും പെൺകുട്ടിയെ കൂട്ടിയിട്ട് വന്നു. കർദമ പ്രജാപതി ഒന്ന് നമസ്കരിച്ചു. അതിനുശേഷം പറഞ്ഞു, എൻ്റെ മോളാണ്, ദേവഹൂതി എന്നാണ് പേര്. അപ്പോൾ അങ്ങയെ ഏൽപ്പിക്കണം ഇവളെ എന്നാണ് അച്ഛൻ ബ്രഹ്മദേവൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങേ ഏൽപ്പിക്കാനായിട്ട് വന്നതാണ്, അങ്ങ് ഇവളെ സ്വീകരിക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്വീകരിക്കാം, ഞാൻ ഭഗവാനോട് അനുവാദം വാങ്ങിയിട്ടുണ്ട്. ആ ഗാർഹസ്യത്തിനെ പറ്റിയുള്ളൊരു ചർച്ചയൊക്കെ ഞങ്ങൾ തമ്മിൽ ചെയ്തു. പക്ഷേ എനിക്ക് ചില നിബന്ധനകളുണ്ട്. കാരണം എന്തറിയോ? ആത്മസാക്ഷാത്കാരം എന്നുള്ളത് എൻ്റെ ഒരു ലക്ഷ്യമാണ്. അതിന് സഹായകമാവുന്ന കർമ്മങ്ങളിൽ വ്യാപരിക്കാമെന്നല്ലാതെ കണ്ട് ഉണ്ണിയുണ്ടായി പിന്നതിൽ പിന്നൊരു ഉണ്ണിയുണ്ടായി കണ്ടേ മതിയാവോ, അങ്ങനെ ഒരു ഉണ്ണിയുണ്ടായി, പിന്നെ ഉണ്ണിക്കൊരു ഉണ്ണിയുണ്ടായി, അങ്ങനെ അനേക കാലം ഞാൻ ഇവിടെ കിടന്ന് കൂടില്ല. സന്തതികൾ ജനിച്ചു കഴിഞ്ഞാൽ ഞാൻ അവളെ ഏൽപ്പിച്ചിട്ട് ഞാൻ തപസ്സിനായിക്കൊണ്ട് തിരിച്ചു പോവുകയും ചെയ്യും കേട്ടോ. ഗാർഹസ്ഥ്യ ധർമ്മം ചെയ്ത് അവർക്ക് വേണ്ടുന്ന അത്യാവശ്യ പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കുക, വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതിനുശേഷം ഞാൻ പോവും. അതിനൊക്കെ സമ്മതമാണെങ്കിലേ വേണ്ടു. സമ്മതമാണ്. പിന്നെ കല്യാണം ആർഭാടായിട്ട് നടത്താൻ പാടില്ല. കല്യാണ കോലാഹലങ്ങൾ ഉണ്ടാക്കരുത്. ഇപ്പോൾ അധികം കല്യാണങ്ങളൊക്കെ നടക്കുമ്പോൾ എത്രയാണ് ആഹാര സാധനങ്ങൾ വേസ്റ്റ് ചെയ്യുന്നത് അല്ലേ? കോല ചെയ്യാൻ പാടില്ല. ലളിതമായിട്ടുള്ളൊരു ചടങ്ങായിട്ടേ വിവാഹം പാടുള്ളൂ. അതും സമ്മതമാണ്. ഏതായാലും കുറച്ച് ഋഷിമാരെ വിളിച്ചു. പാണിഗ്രഹണം എന്നാ, കൈ പിടിച്ച് ഏൽപ്പിക്കലാണ്. പാണി എന്ന് പറഞ്ഞ കൈയാണ്, പാണിഗ്രഹണം, കൈ പിടിച്ച് ഏൽപ്പിച്ചു. അവർ മന്ത്രം ചൊല്ലി, ഓം ശം നോ മിത്രഃ ശം വരുണഃ ശം നോ ഭവത്വര്യമ ശം ന ഇന്ദ്രോ ബൃഹസ്പതിഃ ശം നോ വിഷ്ണുരുക്രമഃ നമോ ബ്രഹ്മണേ നമസ്തേവായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവതു വക്താരമവതു അവതു മാമവതു വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. കല്യാണം കഴിഞ്ഞു. ആദ്യ ദിവസമാണ് കേട്ടോ. വൈകുന്നേരമായി കഴിഞ്ഞാൽ എന്താണ്ടാ? കുളിച്ച് ശുചിയായിട്ട് സന്ധ്യാവന്ദനം ചെയ്യാം. നദിയിൽ പോയി മുങ്ങി കുളിച്ച് വന്നു, സന്ധ്യാവന്ദനം ചെയ്ത് കുറച്ചു നേരം ഭഗവാനെ ധ്യാനിച്ചിരുന്നു. കല്യാണ ചക്കനാണ് കേട്ടോ, ശ്രദ്ധിക്കണേ. ഇരുന്നു, താടി സ്വല്പം ഉയർത്തി, നട്ടെല്ല് നിവർത്തി, ചിന്മുദ്ര പിടിച്ചുകൊണ്ട് പല്ലുകൾ സ്പർശിക്കാതെ നാവിനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഭ്രൂമധ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹരേന്നും പറഞ്ഞിരുന്നു. ഭാര്യയോ അങ്ങനെ
എപ്പോഴാണ് ഇങ്ങനെ കണ്ണ് തുറക്കണമെന്ന് നോക്കിയിട്ട് ഭാര്യ ഇദ്ദേഹത്തിനെ നോക്കി നിൽക്കുക. ഭർത്താവ് ചിന്മുദ്രയും പിടിച്ചിട്ട് കണ്ണ് മുഴിക്കാൻ 18 ദിവസം കഴിഞ്ഞു കേട്ടോ. കല്യാണച്ചകനാണ്. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും വന്നു. അദ്ദേഹത്തിന് കുടിക്കാനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുത്തു. നീഹാരക്രിയകൾ എന്ന് പറഞ്ഞാൽ പുറത്തു പോകാനൊന്നുമില്ല, കഴിച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ, ആ ഇരിപ്പിരുന്നല്ലേ. എന്നാലും ഒന്ന് വെളിക്കിരിക്കാനൊക്കെ ആയിട്ട് പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്നു. വീണ്ടും ഹരേ എന്ന് പറഞ്ഞിരുന്നു. ആ ഇരിപ്പ് മാസങ്ങൾ നീണ്ടു എന്ന് പറയുകയാണ്. വർഷങ്ങളിലേക്ക് എത്തി. ആ ധ്യാനത്തിൽ നിന്ന് അദ്ദേഹം ഉണർന്ന് കണ്ണിങ്ങനെ മിഴിച്ച് നോക്കിയപ്പോൾ 2 തേജസ്സുള്ള വൈരക്കല്ലുകൾ തനിക്ക് അഭിമുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് കണ്ടു. വൈരക്കല്ലുകൾ ഇങ്ങനെ നോക്കി, ഇങ്ങനെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുക. എന്താ ഈ ഡയമണ്ട്സ് തൻ്റെ മുമ്പിൽ കാണുന്നത് ഭഗവാനെ എന്ന് അത്ഭുതം തോന്നി. സൂക്ഷിച്ചു നോക്കിയപ്പോൾ രത്നങ്ങളല്ല, തിളങ്ങുന്ന കണ്ണുകളാണ്. ഇതെന്താ അത് നോക്കുമ്പോൾ ആ കണ്ണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 കുഴികൾ, അതിൻ്റെ സൈഡിൽ കവിളുകൾ, കാത്, കാര്യങ്ങൾ, ഒരു മനുഷ്യക്കോല, കോലും മേല് ശീല ചിറ്റിയ മാതിരി ഒരു മനുഷ്യരൂപം തനിക്ക് അഭിമുഖമായിട്ടിരിക്കുകയാണ്. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി അത്ഭുതപ്പെട്ടു. ഭഗവാനെ, ഇതെന്താപത് കഥ? ഇത് തൻ്റെ പത്നിയല്ലേ? ഈശ്വരാ, സങ്കടമായിട്ടോ. അപ്പോഴാണ് അദ്ദേഹത്തിന് വല്ലാത്ത വേദനയായി. എന്താ വേദനിക്കാനുള്ള കാരണം? പതിവ്രതയാം ഭാര്യയെ പട്ടിണി കിടുന്ന നരൻ പരമഭക്തനായാലും ഗതിയുണ്ടാവോ? അവരവർക്ക് അവരവർ ചെയ്യേണ്ട ധർമ്മങ്ങളുണ്ട്. ആ ധർമ്മങ്ങൾ പാലിക്കണം. ഭർത്താവിന് ഭാര്യയെ സന്തോഷിപ്പിക്കുവാനും പരിപാലിക്കുവാനും സുരക്ഷ ഒരുക്കുവാനും ഒക്കെയുള്ള ബാധ്യത ഭർത്താവിൽ നിക്ഷിപ്തമാണ്. അപ്പോൾ സത്യത്തിൽ ഇദ്ദേഹത്തിന് കുണ്ഠിതമായി, ദുഃഖമായി. അദ്ദേഹം ആലോചിച്ചു, എന്താ അത്? സത്യത്തിൽ ഞാൻ ഈ കണ്ണും പൂട്ടിയിട്ട് ഇങ്ങനെ ഇരുന്നു കുറച്ചു കാലം, ഇവള് എന്നെ നോക്കി തന്നെ ഇരിക്കണു. ഭഗവാനെ, എന്തൊരു വിഡ്ഢിതരാ ഞാൻ ചെയ്തത്, എന്തൊരു അപരാധമാണ് ഞാൻ ഇവളോട് ചെയ്തത്. ഒരു ഭർത്താവിൻ്റെ ധർമ്മം ഞാൻ അനുഷ്ഠിച്ചിട്ടില്ല. അപ്പോൾ സത്യത്തിൽ എന്നേക്കാൾ വലിയ തപസ്യ അവളല്ലേ? ഞാൻ എപ്പോഴാണ് ഉണരണതെന്ന് എന്നെ മാത്രം നോക്കിയിരുന്നവളല്ലേ സത്യത്തിൽ എന്നേക്കാൾ തപസ്സി? ക്ഷമിക്കണം കേട്ടോ പ്രിയേന്നും പറഞ്ഞ സ്നേഹപൂർവം ദേവഹൂതിയെ ആലിംഗനം ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ദിവ്യമായിട്ടുള്ള ആ ശരീരത്തിൻ്റെ ആ കരസ്പർശമേറ്റതോടു കൂടിയിട്ട് ദേവഹൂതി സുഭഗയായിട്ട് രതിദേവിയെ പോലെ, കാമദേവൻ്റെ പത്നിയെ പോലെ മനോഹരിയായിട്ട് തീർന്നു എന്ന് പറയുകയാണ്. സന്തോഷമായി അദ്ദേഹത്തിന്. ആ ഉടുക്കും ചതവൊക്കെ പോയിട്ട് നന്നായിട്ട് ബ്യൂട്ടി പാർലർ പോയ മാതിരിയായി, ഭംഗി, നല്ല കുട്ടിയായി എന്ന് പറയണം. ജലാശയത്തിൽ ചെന്നിങ്ങനെ മുഖം നോക്കി, കണ്ണാടിയില്ല, വെള്ളത്തിൽ മുഖം കാണും, തെളിഞ്ഞ വെള്ളത്തിൽ മുഖം കാണും. അപ്പോൾ നോക്കിയപ്പോൾ അങ്ങനെ മാച്ച് ചെയ്യുന്നില്ല. ലേശൊരു മാച്ച് വേണം അല്ലേ ഭാര്യയും ഭർത്താവും? ഇല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾ നടന്നോളെന്നേ പറയുള്ളൂ. ഞാൻ ഒപ്പം നടക്കണമെങ്കിൽ മാച്ച് വേണം. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തറിയോ? സ്വയം തൻ്റെ ഭാവത്തെയും ശരീരത്തെയും ഒന്ന് മാറ്റി കാമദേവനെ പോലെ നല്ലൊരു സുഭകൻ, ഒരു സുന്ദരനായിട്ട് അദ്ദേഹം സ്വയം തീർന്നു എന്ന് പറയണം. സങ്കല്പം കൊണ്ട് മഹത്തും ബൃഹത്തുമായിട്ടുള്ള മനോഹരമായിട്ടുള്ള യാനം, ഒരു സഞ്ചരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വിമാനം അദ്ദേഹം സൃഷ്ടി ചെയ്തു. അതിൻ്റെ ഉള്ളിൽ പൊയ്ക, താമര പൊയ്ക, നല്ല ജലാശയം, കുടിക്കാൻ ശുദ്ധമായിട്ടുള്ള വെള്ളം, ശുശ്രൂഷിക്കാനായിട്ട് പരിചാരകന്മാർ, പരിചാരികമാർ, അനേകം പട്ടുവസ്ത്രങ്ങൾ, വിവിധമായിട്ടുള്ള ഭോജ്യങ്ങൾ കഴിക്കുവാനുള്ള നല്ല അന്നക്ഷേത്രം, വൃത്തിയായിട്ട് ഇരുന്ന് കഴിക്കാനുള്ള നല്ല ഡൈനിങ് ടേബിൾ, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും തളികകൾ, ഇതൊക്കെ അറിഞ്ഞ് വിളമ്പി കൊടുക്കാനുള്ള പരിചാരകന്മാരും പരിചാരികമാരും. ആ ഇരുന്ന് കഴിഞ്ഞാൽ വീശാനായിട്ട് അലവട്ടും മറ്റുമൊക്കെ വീശി കൊടുക്കാൻ സേവികമാർ, കൈകാലുകളിലും ശരീരത്തിലൊക്കെ കുഴമ്പും തൈലമൊക്കെ ഇട്ട് കൊടുക്കുക, വെള്ളം പാകത്തിന് ചൂടാക്കി കൊടുക്കുക. ഇങ്ങനെ എല്ലാത്തിനുമുള്ള സൗകര്യങ്ങൾ സേവകന്മാരും സേവികമാരും കൊണ്ട് നിറഞ്ഞ ഒരു മഹത്തായ വിമാനം. അതിലിരുന്ന് കുറച്ചൊക്കെ സന്തോഷമായിട്ട് എന്താ പറയുക, നൃത്തനൃത്യങ്ങളൊക്കെ ചെയ്ത് ഭാര്യയുമായിട്ട് ചേർന്ന് ചില്ലിമുടം കാടുകളിൽ ലെല്ലെല്ലാം പാടി ഇങ്ങനെ കഴിഞ്ഞു. അതിലൊരു പെൺകുട്ടി ജനിച്ചു എന്ന് പറയണം. കല, ആദ്യത്തെ പെൺകുട്ടി. വീണ്ടും ആ കുട്ടിയെ താലോലിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒന്നുകൂടി, പിന്നെയും ഒന്നുകൂടി, അങ്ങനെ 9 പെൺമക്കൾ അവർക്ക് ജനിച്ചു എന്നാണ്. അപ്പോൾ ഇദ്ദേഹം തൊഴുതുകൊണ്ട് പറഞ്ഞു, പ്രിയേ, ഞാൻ നേരത്തെ നിബന്ധന പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ ഈ കുട്ടികൾ ആയി, ഇനി ഞാൻ
തപസ്സിനായിക്കൊണ്ട് പോട്ടെ എന്ന് ഭാര്യയെ തൊഴുത് അനുവാദം ചോദിച്ചപ്പോൾ പൊയ്ക്കോളൂ എന്നും പറഞ്ഞില്ല, പോണ്ടെന്നും പറഞ്ഞില്ല, മുടക്ക് വർത്തമാനം പറയില്ല. ശ്രേഷ്ഠ സ്ത്രീകൾ എന്താ ചെയ്തറിയോ? ഒന്ന് നമസ്കരിച്ചു അദ്ദേഹത്തിനെ. എന്നിട്ട് പറഞ്ഞു, സ്വാമി അങ്ങ് നേരത്തെ പറഞ്ഞതാണ്, അങ്ങ് വാഗ്ലംഘനം ചെയ്യില്ല, എനിക്ക് വിശ്വാസമാണ്. അങ്ങ് ഇത്രയും കാലമെങ്കിലും ശുശ്രൂഷിക്കാൻ സാധിച്ചത് നമ്മുടെ മഹാഭാഗ്യം തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ പെൺകുട്ടികളൊക്കെ അന്യഗ്രഹങ്ങളിൽ പോണ്ടവരാണല്ലോ, നമ്മുടേന്ന് പറയില്ല അല്ലേ? ഇതൊക്കെ ആരാൻ്റെ കുട്ടികൾ അങ്ങനെയല്ലേ പറയുക. അതുകൊണ്ട് അവനവൻ്റെ എന്ന് പറഞ്ഞിട്ട് ആത്മാവായി പുത്രഭവതി എന്നുണ്ടല്ലോ, അങ്ങയുടെ ഇതായിട്ടൊരു കുട്ടി, ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ അങ്ങനെ ഒരു ആളായില്ലേ, ഒരു ധൈര്യമായിരുന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചിരിച്ചു. ചിരിക്കാനുള്ള കാരണം എന്തറിയോ? ഭഗവാൻ നേരത്തെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. എന്താ അത്? സാഖ്യതത്വങ്ങൾ സമൂഹത്തിന് ഉപദേശിക്കാനായിക്കൊണ്ട് ഞാൻ അങ്ങയുടെ പുത്രനായിട്ട് ജനിക്കുന്നുണ്ട് എന്ന് കർദവനോട് തപസ് ചെയ്യുന്ന ഘട്ടത്തിലൊരു വാക്ക് നേരത്തെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആഗ്രഹമായി, അപ്പോൾ പ്രതീക്ഷയായി, പ്രാർത്ഥനയായി. എന്ത് പറഞ്ഞു? ദേവൂട്ടി, ഭഗവാൻ നമുക്ക് മകനായിട്ട് ജനിക്കാമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ വേണ്ടത്? പാത്രശുദ്ധി എന്നാണല്ലോ പറയുക അല്ലേ? അപ്പം ഭഗവാനെ നമ്മൾ സ്വീകരിക്കുന്നുവെങ്കിൽ സ്വീകരിക്കാൻ നമ്മളൊരു യോഗ്യത നേടണം. എന്താ യോഗ്യത? എൻ മനക്കോവിലിൻ ദീപം തെളിച്ചു ഞാനമ്മേ, നിനക്കൊരു പീഠമിട്ടു, ആശകൾ കത്തിച്ചു ദീപം കൊളുത്തി ഞാൻ, നാമങ്ങളാൽ നിറമാല ചാർത്തി. പീഠം മനസ്സിലൊരുക്കുക, എന്നിട്ട് നടന്നിങ്ങനെ ദീപങ്ങൾ കത്തിച്ചു വയ്ക്കുക. ആഗ്രഹങ്ങളെയൊക്കെ പുകച്ചുകൊണ്ട് നന്നായിട്ടുള്ള സുഗന്ധം ഉണ്ടാക്കുക. വേണ്ടുന്ന വിശിഷ്ടമായിട്ടുള്ള ബോധ്യങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി സ്നേഹപൂർവ്വം അമ്മയെ വരണം കേട്ടോ എന്ന് വിളിച്ചാൽ വരാതിരിക്കാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ എന്നത് മാതിരി ഭഗവാൻ നമുക്ക് ഉണ്ണിയായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ വാക്ക് ഭഗവാൻ പാലിക്കും. അതുകൊണ്ട് ഭഗവാനെ പ്രതീക്ഷിച്ചും പ്രാർത്ഥിച്ചും ഇരിക്കുക എന്ന് ഭാര്യയോടുകൂടി പറഞ്ഞു. ആ ഭാര്യയും ഭർത്താവും കൂടിയിട്ട് ചേർന്ന് പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിച്ചിരുന്നു ഭഗവാനെ പുത്രനായിട്ട് കിട്ടാനായിക്കൊണ്ട്. അങ്ങനെ ഒരു ശുഭ മുഹൂർത്തത്തിൽ ഭഗവാൻ പുത്രനായിട്ട് ജനിക്കുന്ന ഭാഗങ്ങളാണ് അടുത്ത അധ്യായത്തിൽ. ആ അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയൊരു ഊർജ സംഭരണത്തിന് വേണ്ടിയിട്ടൊരു ആചാരമുണ്ട് പ്രഭാതത്തിൽ അല്ലേ? എന്താചാരമാണത്? ഇഡ്ലിയാചാരം എന്ന് പറയും. രാവിലെ 8:30 കഴിഞ്ഞാൽ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ.